പഴയ കാലത്ത് നഗരത്തിന്റെ മധ്യഭാഗത്ത് ഒരിടത്ത് കാലത്തിന്റെയും മനുഷ്യസമൂഹത്തിന്റെയും മറവിയിൽ മറഞ്ഞുപോയ ഒരു പുരാതന അധ്യയന കേന്ദ്രം നിലകൊണ്ടിരുന്നു. അതിന്റെ കല്ലേറിയ നിലങ്ങളും അടുക്കളമുറികളിൽ തൂങ്ങിയ തൈലക്കത്തികൾ, ശ്വാസമുട്ടിക്കുന്ന ഹാളുകൾ, ദൂരെ കേൾക്കപ്പെടുന്ന ചെറിയ പകൽ ശബ്ദങ്ങൾ എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു വിചിത്രമായ അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. നഗരവാസികൾക്ക് പോലും അറിയാതെ വർഷങ്ങളായി ആ മുറികളിൽ അരങ്ങേറിയ അസാധാരണ സംഭവങ്ങളെക്കുറിച്ച് സങ്കല്പങ്ങൾ പടർത്തിയിരുന്നു. എന്നാൽ അതിന്റെ ഉൽപ്പത്തിക്കുറിച്ചുള്ള കാര്യങ്ങൾ പുരാതന രേഖകളിൽ വെറും സാന്ദ്രമായ സൂചനകൾ മാത്രമായിരുന്നു. പൊതുവായി ആളുകൾ പറയുന്നത് ഈ മുറികൾ ഒന്നിച്ചുള്ള പഠനത്തിനും സാംസ്കാരിക ചടങ്ങുകൾക്കുമായി ഉപയോഗിക്കപ്പെട്ടിരുന്നുവെങ്കിലും ചില അനുഭവങ്ങൾ വെറുതെയല്ല, ഒന്നിനുമേൽ കൂട്ടിച്ചേർത്ത് തീർന്ന കലാപ്രവൃത്തി പോലെ എളുപ്പത്തിൽ മറക്കാൻ കഴിയാത്ത വിധത്തിൽ ഓരോ തലമുറയ്ക്കും ഒരു രഹസ്യമായ കഥ പോലെ പടർന്നു എത്തിയിരുന്നു. എന്നാൽ ആ കഥകളെപ്പറ്റി എഴുതിയ എഴുത്തുകളോ രേഖകളോ അധികം ലഭ്യമല്ല. കാരണം ഈ കേന്ദ്രം കാലക്രമേണ ഉപേക്ഷിക്കപ്പെട്ടു. കൂടുതൽ ആളുകൾ അവിടെ പ്രവേശിക്കാതെ ഓർമ്മകൾ മാത്രം ഒരു മനംപൂർത്തിയാക്കുന്ന ശബ്ദങ്ങൾ പോലെ മാത്രം നിലകൊണ്ടിരുന്നുവെന്നും ആദ്യകാലങ്ങളിൽ നടക്കുന്ന സാധാരണ ദിനചര്യകളിൽ ചില വിദ്യാർത്ഥികൾ ശബ്ദങ്ങൾ കേട്ടതായി വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ അവരുടെ കാഴ്ചകൾക്കുമപ്പുറം മറ്റൊന്നും തെളിയിക്കാനായിരുന്നില്ല. പിന്നീട് കാലം മാറുമ്പോൾ പഴയ അധ്യാപകർക്ക്, കുട്ടികൾക്ക്, അവിടെ പ്രവർത്തിച്ച ജീവനക്കാർക്ക് പലവട്ടം വെറുതെയല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടായെന്ന് പറയാനാവശ്യമായി. ചിലർക്കു രാത്രിയിൽ ഹാളുകൾ വറ്റാത്ത ശബ്ദങ്ങളാൽ നിറഞ്ഞുവെന്നും ചിലർക്ക് മുറികളിൽ അനുകരിക്കാനാവാത്ത അദൃശ്യശക്തികൾ ഉണ്ടെന്ന് തോന്നിയെന്നും എന്നാൽ ആരും തുറന്നു പറയാൻ ധൈര്യമില്ലാതായിരുന്നു. കാരണം ആ സന്ദർഭങ്ങൾ വിവരിക്കുന്നത് പോലീസിൽ പരാതി നൽകുന്നതിനും അനുയോജ്യമല്ലാത്തതും എല്ലാവർക്കും വെറും പറയിപ്പോകുന്ന കാഴ്ചകൾ പോലുമായിരുന്നു. ചിലർ പറഞ്ഞു വെളിച്ചം കുറഞ്ഞ ഹാളുകളിൽ പാതിവഴിയിൽ നിൽക്കുന്ന മറയില്ലാത്ത കാഴ്ചകൾ നേരിട്ട് കണ്ടു. ചിലർ പറഞ്ഞു തണുത്ത വായുവിൽ നിസ്സാര ശബ്ദങ്ങൾ കേട്ടു. മറ്റു ചിലർ പറഞ്ഞു ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കറങ്ങുന്ന സ്ഫടികം പോലുള്ള ശബ്ദങ്ങൾ. എന്നാൽ ഈ വിവരങ്ങൾ കേൾക്കുമ്പോൾ പോലും എത്രമാത്രം സത്യം, എത്രമാത്രം കഥ മാത്രം എന്ന് വ്യക്തമല്ലായിരുന്നു. അതേസമയം പഴയ രേഖകളിൽ നിന്ന് ചിലത് സൂചിപ്പിക്കുന്നത് മിക്ക പ്രാചീന ചടങ്ങുകളും ആ ഹാളുകളിൽ നടന്നുവെന്ന്. എന്നാൽ അച്ചടിക്കപ്പെട്ട രേഖകളില്ലാത്തതിനാൽ ആളുകൾക്ക് അത് സ്വാഭാവികമായി സ്വീകരിക്കാൻ പ്രാപ്തിയില്ല. കഥ പറയുന്നവർക്ക് തോന്നുന്നത് ആ മുറികളിൽ ഒരു പക്ഷേ പഴയകാല ആത്മാവുകളുടെ സാന്നിധ്യം നിലനിൽക്കുന്നുവെന്നായിരുന്നു. പ്രത്യേകിച്ച് രാത്രിയിൽ അവിടെയുള്ള നീണ്ട പാതകളിലൂടെ ആളുകൾ നടക്കുമ്പോൾ തങ്ങളുടെ ചുവടുകൾക്കു താഴെ കൊണ്ടു ചിരിച്ചുതള്ളുന്ന ആകാശത്തിന്റെ പ്രതിഫലനങ്ങൾ പോലെ ഉണ്ടാകുന്ന അസാധാരണ ശബ്ദങ്ങൾ കേൾക്കപ്പെടുന്നുണ്ടെന്നു ചിലപ്പോൾ ചിലരും പറഞ്ഞത് വെള്ളം നിറഞ്ഞ പഴയ കുടിവെള്ള പൈപ്പുകൾ പൊട്ടി വീഴുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പോലെയോ. ചിലർ പറഞ്ഞു ശബ്ദങ്ങൾ വന്നു നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ചലനവുമില്ലാതെ, ആരും കണ്ടിരുന്നില്ലാതെ അതിജീവിക്കുന്ന ഒരു സാന്നിധ്യം മാത്രം തൂങ്ങിക്കിടക്കുന്നതായി തോന്നിയെന്നും. ഈ രഹസ്യങ്ങളാൽ വളരെയധികം മയക്കി. പുതിയ വരവിന്റെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ആദ്യകാല ദിവസം തന്നെ അവിടെ നിന്നുള്ള ഒരു അന്ധവിശ്വാസവും പേടിയും മനസ്സിൽ പടർന്നു. ചിലർ പറഞ്ഞു അവിടെ ഏതാനും ദിവസങ്ങൾ താമസിച്ചതിനുശേഷം രാത്രിയിൽ ദൂരെ നിന്നുള്ള ശബ്ദങ്ങൾ കേട്ടപ്പോൾ അവർക്ക് ഉറങ്ങാനാവാതെ എന്നുതന്നെ. ചിലർ പറഞ്ഞു അവർക്ക് മുറികളിൽ ഒരു യശക്തിയുടെ കണ്ണുകൾ അവരുടെ മേൽ നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ തോന്നിയെന്നും. എന്നാൽ ഇത് വെറും ആളുകളുടെ സൃഷ്ടികൾ മാത്രമാണോ, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള പഴയകാല കഥകളുടെ സാന്ദ്രമായ ചാരുതയാണോ എന്ന് പറയാൻ ആരും ധൈര്യമില്ലാതായിരുന്നു. അങ്ങനെ ഈ ആധുനിക കാലത്തും ഈ കേന്ദ്രത്തിന്റെ ഹാളുകൾ പകൽ പ്രകാശവും മനുഷ്യപ്രവർത്തനവും കുറവുള്ള സമയങ്ങളിൽ ഒരു മായാനുഭവം പോലെ ഓരോ വരവിനും കഥകൾ പറയുന്നതായി തോന്നി. പുതിയ തലമുറയിലെ ചില വിദ്യാർത്ഥികൾക്ക് പഴയ ഹാളുകളിൽ നടന്ന അസാധാരണ അനുഭവങ്ങൾ കേട്ടപ്പോൾ പോലും അവർ ആദ്യം അത് വെറും പഴയ കഥകൾ, പഴയ മുറികളിൽ ഒരു വ്യത്യസ്തമായ അന്തരീക്ഷത്തിന്റെ ഫലമെന്ന് കരുതി. എന്നാൽ ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ അവിടെയുള്ള അന്ധവിശ്വാസങ്ങളുടെയും ദുരൂഹ അനുഭവങ്ങളുടെയും സാന്നിധ്യം അവരുടെ മനസ്സുകളിൽ പടർന്നു. ചിലർ പറഞ്ഞത് രാത്രിയിലെ ശാന്തമായ സമയങ്ങളിൽ ദൂരവൃത്തത്തിലുള്ള ശബ്ദങ്ങൾ, പാതയിലുള്ള പഴയ പടിപ്പടികൾ അടിച്ചമർത്തുന്ന താളം പോലെ അവരുടെ കാതുകളിൽ ചുറ്റുകേട്ടു. ചിലർക്കു തോന്നിയത് അവിടെ നിന്ന് ഒരു അന്യശക്തിയുടെ ദൂരദൃഷ്ടി അവരുടെ മേൽ വീണു. ചിലർ പറഞ്ഞു അവർ മുറികളിൽ ചുറ്റിപ്പറങ്ങുമ്പോൾ തങ്ങളുടെ അരികിലെ ഹാളുകളിലൂടെയും കോഡുകളും സീരുകളും കടന്നുപോകുന്ന ഒരു അനവദ്യമായ ശബ്ദത്തിന്റെ പ്രതിഫലനങ്ങളെ അവർ അറിഞ്ഞുവെന്നു. എന്നാൽ അതിന്റെ സത്യം വ്യക്തമല്ലാത്തതിനാൽ അവർ ഭയമടഞ്ഞു. എന്നാൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ കേവലം കുറച്ചുപേരെ മാത്രം ബാധിക്കുന്നതല്ല. ചിലപ്പോൾ കൂട്ടത്തിൽ ഒരുപാട് പേർ അതിനെ അനുഭവിച്ചതായി ആരോപിച്ചു. ചിലർ പറഞ്ഞു അവർ വൈകിട്ട് ഹാളിൽ നടന്ന ഒരു കൂട്ടസംഗമത്തിന്റെ അവസരത്തിൽ ഒരാൾ അപ്രതീക്ഷിതമായി നിലക്കാതെ പോയെന്ന്. മറ്റുള്ളവർ വിസ്മയത്തോടെ നോക്കിയപ്പോൾ അപ്രതീക്ഷിത ശബ്ദങ്ങളും അന്യമായ കണ്ണുകളുടെ സൂചനകളും അവരെ ശാന്തിപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ ഭയത്തിന്റെ ഒരു വിധം അവരെ നിയന്ത്രിച്ചു. ചിലർ പറഞ്ഞു അവിടെ ചില മുറികളിൽ ഒരു രാത്രിയിൽ നിൽക്കുമ്പോൾ അവരുടെ ചുറ്റുപാടിൽ അപ്രത്യക്ഷമായ സാന്നിധ്യങ്ങൾ അവരുടെ ചുവടുകൾക്കിടയിൽ നിലനിൽക്കുന്നതായി തോന്നി. ചിലർ പറഞ്ഞു അവിടെ നിന്ന് വരുന്ന കുളിർവയു, കുറുക്കൻ വണ്ണം, മറ്റൊരു ലോകത്തിന്റെ ശബ്ദങ്ങളുടെ മിശ്രിതമായി തങ്ങളുടെ മനസ്സിൽ ഭയത്തിന്റെയും അത്ഭുതത്തിന്റെയും കലവർ സൃഷ്ടിച്ചു. എന്നാൽ ഈ അനുഭവങ്ങളെപ്പറ്റി സംസാരിക്കാൻ ആരും ധൈര്യമില്ലാതായിരുന്നു. കാരണം അവർക്ക് തോന്നി
ആ സാന്നിധ്യം അവരുടെ അറിവ് കടന്നുപോകുന്നില്ലാത്ത അതിജീവിക്കുന്ന ഒരു ശക്തിയാണ് പഴയ രേഖകളിൽ സൂചിപ്പിക്കുന്നത്. ഈ ഹാളുകൾ പ്രവർത്തനരഹിതമായ കാലഘട്ടങ്ങളിൽ പലതവണ ആളുകൾക്ക് നിസ്സാരമായ ശബ്ദങ്ങൾ കേൾക്കപ്പെട്ടുവെന്നും ചിലർക്കു വീക്ഷണങ്ങൾ ഉണ്ടായെന്നും എന്നാൽ അതിന്റെ സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അതിനാൽ എത്രമാത്രം സത്യം എത്രമാത്രം പാരമ്പര്യകഥമെന്ന് വ്യക്തമല്ലെന്നും കാലക്രമേണ ഈ ഹാളുകളുടെ പേര് സഞ്ചാരികളുടെ മനസ്സിൽ ഒരു രഹസ്യമായി നിലനിൽക്കുകയും പല വിദ്യാർത്ഥികൾ അവിടെ നിന്ന് ബോധപൂർവം മാറുകയും ചെയ്തു. എന്നാൽ ചിലർ അവരുടെ കഥകൾ വീണ്ടും മറ്റുള്ളവർക്കു പറഞ്ഞപ്പോൾ പഴയ മുറികളിലെ ശബ്ദങ്ങളും അന്യശക്തികളുടെ സാന്നിധ്യങ്ങളും പുനരുജ്ജീവിച്ചു. ചിലർ പറഞ്ഞു അവർ രാത്രി അവിടെ കയറിയപ്പോഴാണ് ചില അപ്രത്യക്ഷ പ്രകാശങ്ങൾ അവരുടെ കണ്ണുകളിൽ പടർന്നുവെന്നും ചിലർ പറഞ്ഞു ഹാളുകളുടെ മരച്ചില്ലുകൾ പോലെ വീണുനിൽക്കുന്ന പഴയ വസ്തുക്കളുടെ ആവിഷ്കാരങ്ങൾ അവരെ കാഴ്ചയിൽ കൊണ്ടുവന്നുവെന്നും എന്നാൽ മറ്റുള്ളവർക്ക് അത് വെറും ഓർമ്മയുടെ വീക്ഷണമായിരുന്നുവെന്നും. എന്നാൽ ചിലർ പറഞ്ഞു അപ്രത്യക്ഷ ശബ്ദങ്ങൾ, വിരലുകളിലൂടെ കേൾക്കപ്പെടുന്ന ശീതളത, ചിലപ്പോൾ ഹാളുകളിൽ നിന്ന് വരുന്ന മൃദുവായ ചലനങ്ങൾ അവരെ ഭയപ്പെടുത്തുകയും അവിടെയുള്ള പഴയകാല ആത്മാവുകളുടെ സാന്നിധ്യത്തെ മനസ്സിൽ പടർത്തുകയും ചെയ്തു. ചിലർ പറഞ്ഞു അവർക്ക് തോന്നി ഒരു പഴയകാല വിദ്യാർത്ഥിയുടെ അസഹായമായ കണ്ണുകൾ അവരെ നോക്കി നിന്നുവെന്നും എന്നാൽ ആരും അത് സ്ഥിരീകരിക്കാൻ സാധിച്ചില്ലെന്നും കുറച്ചു പേരെ മാത്രമേ ആ അനുഭവം ബാധിച്ചിട്ടുള്ളൂ. എന്നാൽ ഒരു കോളേജ് ലോകത്ത് പടർന്നുവന്ന ഈ കഥകൾ, മുറികളിൽ നടക്കുന്ന അസാധാരണ സംഭവങ്ങളുടെ വിശ്വാസം, അന്യശക്തികളുടെയും പഴയ ആത്മാവുകളുടെയും സാന്നിധ്യം എല്ലാ അടുത്ത തലമുറയ്ക്കും ഒരു രഹസ്യമായ പാഠം പോലെ പടർന്നു. ചിലർ പറഞ്ഞു അവരുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്കു പറയുമ്പോൾ ആ ഹാളുകളുടെ ശബ്ദങ്ങൾ, അന്യശക്തികളുടെ കാഴ്ചകൾ, പാതിരാത്രിയിലെ ചലനങ്ങൾ എല്ലാം ഒരുമിച്ചു ഒരു ദുരൂഹ അന്തരീക്ഷം സൃഷ്ടിച്ചു. എന്നാൽ ചിലർക്കു തോന്നിയത് ഈ അനുഭവങ്ങൾ കേവലം മനസ്സിന്റെ പ്രതിഫലനങ്ങളാണോ അതോ അവിടെ നിന്നും ഒരു ദൂരെപ്പറ്റിയ സത്യമുണ്ടോ എന്നതു വ്യക്തമല്ലെന്നും. എന്നാൽ ഒരു കാര്യത്തിൽ എല്ലാവർക്കും സംശയമില്ലാതെയായി ആ ഹാളുകൾ, പഴയകാല അനുഭവങ്ങൾ, കഥകൾ, അന്ധവിശ്വാസങ്ങൾ എല്ലാം ഒരുമിച്ചു ഒരു കാലഹരണപ്പെട്ട എന്നാൽ ജീവിതത്തിൽ നിന്ന് കാഴ്ചയോടെ മറയാതെ നിലകൊള്ളുന്ന ഒരു രഹസ്യഭരിതമായ സാന്നിധ്യമായിരുന്നുവെൻ. ദിവസങ്ങൾ കടന്നുപോയപ്പോഴും ഈ അനുഭവങ്ങൾ കുട്ടികളുടെ മനസ്സിൽ, പുതിയ വരവിന്റെ വിദ്യാർത്ഥികളുടെ പടിക്കുറിപ്പുകളിൽ, നഗരത്തിലെ കഥകളിൽ ഒരുപാട് കാലം തുടരുന്ന ഒരു മായാനുഭവം പോലെ നിലനിൽക്കുന്നു എന്നതായിരുന്നു. കാലം നീങ്ങുമ്പോഴും ആ പഴയ ഹാളുകൾക്ക് ചുറ്റും നടക്കുന്ന അസാധാരണ അനുഭവങ്ങളും അന്ധവിശ്വാസങ്ങളും നഗരവാസികളുടെ മനസ്സിൽ ഒരു രഹസ്യമായ മായാജാലമായി നിലനിന്നുവെന്ന് പറയപ്പെടുന്നു. പുതിയ വരവിന്റെ വിദ്യാർത്ഥികൾ ഇവിടത്തെ ചരിത്രം കേട്ടപ്പോഴേ അവർ ആദ്യം ആ വിശേഷങ്ങൾ വെറും പഴയ കഥകളെന്നു കരുതി. പക്ഷേ പിന്നീട് അവരുമായി നേരിട്ട അനുഭവങ്ങൾ അവരുടെ മനസ്സിൽ അസാധാരണമായ ഭയം ഉളവാക്കി. ചിലർ പറഞ്ഞു രാത്രി തീവ്രമായ ചലനരഹിതമായ ശബ്ദങ്ങൾ കേട്ടപ്പോൾ അവർക്ക് തളർന്ന മനസ്സുകൊണ്ട് ഹാളുകൾ കടന്നു പോകേണ്ടി വന്നു. ചിലർ പറഞ്ഞു അവിടെ നിന്ന് വരുന്ന ചൂടും തണുത്ത വായുവും അവരുടെ ചുറ്റുപാടിൽ കാറ്റുപോലെ വീശി. ചിലർ പറഞ്ഞു ഹാളുകളിലെ പഴയ വസ്തുക്കളുടെ മൃദുവായ ചലനങ്ങൾ അവരുടെ കണ്ണുകൾ മുമ്പിൽ പ്രതിഫലിച്ചു. എന്നാൽ ആ ചലനങ്ങൾക്ക് പിന്നിൽ എന്താണ് എന്നറിയാൻ ആരും ധൈര്യമില്ലാതായിരുന്നു. ഈ അനുഭവങ്ങൾ കേവലം കുറച്ചു പേരെ ബാധിച്ചതായിരുന്നുവെങ്കിലും അവിടെ നിന്നുള്ള പല കഥകളും പടർന്നു, കുറച്ചു പേരുടെ ഓർമ്മയിൽ, കുറച്ചു പേർക്കുമേൽ. എന്നാൽ ഓരോ പുതിയ വരവിന്റെ വിദ്യാർത്ഥിയും ആ ഹാളുകളിൽ നടന്ന അസാധാരണ സംഭവങ്ങളെക്കുറിച്ച് കേട്ടപ്പോഴേ അവർക്ക് അതിന്റെ ഭീകരത മനസ്സിലായതെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു ഹാളുകളുടെ നിശബ്ദ രാത്രികളിൽ അന്യശക്തിയുടെ കണ്ണുകൾ അവരെ നോക്കി നിന്നു. ചിലർ പറഞ്ഞു അവർക്ക് തോന്നി ഒരു പഴയകാല വിദ്യാർത്ഥിയുടെ ആത്മാവ് ഇപ്പോഴും അവിടെ തങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നും. എന്നാൽ ആരും അത് ദൃശ്യമായി കാണാനായിട്ടില്ലെന്നും. പലർക്കും അത് വെറും മനസ്സിന്റെ പ്രതിഫലനമായിരുന്നുവെന്നു തോന്നിയെങ്കിലും ചിലർക്കു അതിന്റെ സത്യസന്ധത ഉറപ്പില്ലാതിരുന്നില്ല. കാലക്രമേണ പല തലമുറകളുടെ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഈ ഹാളുകളിൽ അടങ്ങിയ ഒരു മായാജാലം പോലെ മാറി. ചിലർ പറഞ്ഞു അവിടെ നിന്നുള്ള ശബ്ദങ്ങൾ, ചലനങ്ങൾ, ചുണ്ടുപടികൾ പോലെയുള്ള ഹാളുകളുടെ പ്രത്യേകതകൾ എല്ലാം ഒരുമിച്ചു ഒരു അന്യശക്തിയുടെ സാന്നിധ്യം പടർത്തുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് അത് വെറും പരമ്പരാഗത കഥകളുടെ ശക്തമായ ചാരുതയാണെന്ന് തോന്നി. എന്നിരുന്നാലും പാതിരാത്രിയിലെ കുളിർവായു, ഹാളുകളിൽ നിന്നും കേൾക്കുന്ന അസാധാരണ ശബ്ദങ്ങൾ അവർക്ക് ഒരു ഭയാനകമായ പക്ഷേ ആകർഷകമായ അനുഭവമായി മാറി. ചിലർ പറഞ്ഞു അവർക്ക് അവിടെയുള്ള പഴയ കാലത്തിന്റെ ഓർമ്മകൾ, അവിടെയുള്ള ആത്മാക്കളുടെയും അന്യശക്തികളുടെയും സാന്നിധ്യം എല്ലാം ഒരുമിച്ചു അവരുടെ മനസ്സിൽ പടർന്നു. ചിലർ പറഞ്ഞു അവരുടെ ചുവടുകൾക്കുള്ളിൽ ഒരു അവിചാരിതമായ സാന്നിധ്യം നിലനിന്നു. എന്നാൽ അത് യാഥാർത്ഥ്യമായോ വെറും പ്രതിഫലനമായോ എന്നതു വ്യക്തമല്ല. കാലക്രമേണ ഈ ഹാളുകൾ ഒരു സാമൂഹിക പരമ്പരാഗതമായി മാറി. ഓരോ പുതിയ വരവിന്റെ വിദ്യാർത്ഥികൾക്കും പഴയ കഥകളും അനുഭവങ്ങളും പകർന്നു. ചിലർ പറഞ്ഞു അവർ രാത്രി ഹാളുകളിൽ നടന്ന ഒരു ചെറിയ ചലനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അത് മറ്റുള്ളവരുടെ മനസ്സിലും ഒരു അസാധാരണ ഭയം ഉളവാക്കി. ഹാളുകളുടെ മരച്ചില്ലുകൾ, പഴയ വാതിലുകൾ, ഹാളുകളുടെ ദൂരെ കുളിർവായു എല്ലാം അവരെ ഭയപ്പെടുത്തുകയും അവർക്ക് ആ ഭയം മറക്കാനാവാതെ ഹാളുകളിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരികയും ചെയ്തു. പലർക്കും അവിടെയുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. എന്നാൽ ചിലർക്കു തോന്നി ആ അനുഭവങ്ങൾ അന്യശക്തികളാൽ സൃഷ്ടിച്ചിട്ടുള്ളവയാണോ
അതോ മനുഷ്യ മനസ്സിന്റെ സൃഷ്ടികളായ കഥകളായിരുന്നോ എന്നതു വ്യക്തമല്ല. ചിലർ പറഞ്ഞു, അവരുടെ അനുഭവങ്ങൾ കേട്ടവർക്ക് പോലും ആ ഹാളുകളിൽ നടന്ന അസാധാരണ സംഭവങ്ങളുടെ രഹസ്യങ്ങൾ പൂർണ്ണമായും അറിയാനായില്ല. എന്നാൽ ഒരു കാര്യം എല്ലാവർക്കും വ്യക്തമായിരുന്നു: ആ ഹാളുകൾ, പഴയകാല അനുഭവങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, കുട്ടികളുടെ അനുഭവങ്ങൾ എല്ലാം ചേർന്ന് ഒരു ദുരൂഹ, മായാജാലപൂർണമായ സാന്നിധ്യമായി നിലനിൽക്കുന്നു. ചിലർ പറഞ്ഞു, അവർക്ക് തോന്നി ഹാളുകളുടെ പഴയ ഭിത്തികളിൽ നിന്ന് അന്യശക്തികളുടെ ദൂരെ പറ്റിയ കാഴ്ചകൾ അവരുടെ മനസ്സിൽ പടർന്നു. ചിലർ പറഞ്ഞു, അവർക്ക് തോന്നി അവിടെ നിന്ന് വരുന്ന ശബ്ദങ്ങൾ അവരുടെ മനസ്സിൽ ഓരോ കാലഘട്ടത്തെയും തിരിച്ചറിയാനുള്ള ഒരു വഴിപോലെ പ്രവർത്തിക്കുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് അത് വെറും കേൾവിയുടെ പ്രതിഫലനമായിരുന്നു. അവസാനിപ്പിക്കുമ്പോൾ, ഈ ഹാളുകളിൽ നിന്ന് പടർന്നുവരുന്ന അസാധാരണ അനുഭവങ്ങളും അന്ധവിശ്വാസങ്ങളും പഴയകാല ഓർമ്മകളും ഹാളുകളുടെ ശബ്ദങ്ങളും എല്ലാം നഗരത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു വെറും കഥയല്ല, മറിച്ച് പല തലമുറകൾക്കായി പടർന്നു നിലനിൽക്കുന്ന ഒരു രഹസ്യമായി, ഒരു മായാനുഭവമായി, ഒരുപാട് പേരുടെ മനസ്സിൽ ഭയം, അത്ഭുതം, ആകർഷണം എല്ലാം ഒരുമിച്ച് പടർന്നു നിലകൊള്ളുന്ന അനുഭവമായി തുടരുകയാണ്.